അതെ, സോറി. ഇവിടെ തന്നെ ഇറക്കി വെച്ചേക്ക്, മുറിയിലേക്ക് കയറണ്ട. തനിക്ക് എന്താ വേണ്ടത്? അല്ല, അത് പിന്നെ എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടെന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയതാ. പറയണെന്തിന്? എനിക്ക് കാണാലോ. ഓ സോറി. അയ്യേ, എന്താ ഇത്? എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാനിവിടുത്തെ പണിക്കാരനോ അല്ല. ഓഹോ, എങ്കിൽ ഈ സാധനങ്ങളൊക്കെ തന്നെ എടുത്ത തന്നെ കൊണ്ട് വെച്ചേക്ക്. ഞാൻ പണിക്കാരെ കൊണ്ട് എടുപ്പിച്ചോളാം. അയ്യോ വേണ്ട മേഡം, അത് നീ തന്നേക്ക്, ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചോളാം. ഓ നമസ്കാരം. എന്താ അവളുടെ ഒരു ജാട. കരണം നോക്കി ഒന്ന് പൊട്ടിക്കണമെന്ന് എപ്പ വിചാരിച്ചോളൂ. ദൈവം അത് ഇത്രയും പെട്ടെന്ന് സാധിച്ചിരുന്നു ഞാൻ വിചാരിച്ചില്ല തമ്പുരാട്ടി. ദൈവമേ, കാറ്റ് പോയോ? തമ്പുരാട്ടി, തമ്പുരാട്ടി, തമ്പുരാട്ടി. അയ്യോ, 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 തല്ലിക്കൊന്ന് കുഴിച്ച് മൂടായി പട്ടിയെ. ഞാൻ പറയട്ടെ. അതെ, ഞാൻ ഷോക്ക്. മോളെ, മോളെ, മോളെ. അയ്യോ, അയ്യോ ദൈവമേ, എന്ത് പറ്റി എന്റെ പൊന്നുമോക്ക്? എന്ത് പറ്റിയെന്നോ? ഇവൻ ഞാനൊന്നും ചെയ്തില്ല. എടാ വിടാവനെ. എടാ പന്നി മിണ്ടിപ്പോയത്. നീ ഒരു രക്ഷകനോ? കൊന്നുകളെ ഞാൻ. എന്നാ കൊല്ലേ. നോക്കി വെക്കാവുന്ന പിടികളവന്മാരെ കൊണ്ടുപോയ ഉമ്മാരെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ അവരെങ്ങോട്ട് വിടാൻ? അയാൾ എന്നെ ഒന്നും ചെയ്തതല്ല, എനിക്ക് ഷോക്ക് അടിച്ചതാണ്. ആ സ്വിച്ചിൽ നിന്ന് എനിക്ക് ഷോക്ക് അടിച്ചു. അയാൾ എന്നെ വന്ന് രക്ഷിച്ചത്. ഷോക്ക് അടിച്ചെന്നോ? അതിന് ഈ കൊട്ടാരത്തിലൂടെ ഷോക്ക് ഇരിക്കുന്നു. അത് ഈ സ്വിച്ചിൽ നിന്ന്. ചത്തോ? ഷോക്ക് അടിച്ച് ഇതുപോലെ നിന്ന് കരിഞ്ഞ് ചാകാൻ തുടങ്ങിയപ്പോ രക്ഷിച്ചതാ. ശ്വാസം നിലച്ചോന്ന് തോന്നിയപ്പോ കൃത്യമായിട്ട് ശ്വാസവും കൊടുത്തു. അതിനാണ് നിങ്ങൾ എല്ലാരും കൂടി ഞങ്ങൾ ഇങ്ങനെ തല്ലി ചതച്ചത്. മതിയടാ, ഇവിടുത്തെ ജോലിയും താമസമൊക്കെ മതി, നമുക്ക് പോവാം. വാ വാടാ. ഇനിയും ഷോക്ക് അടിക്കുമല്ലോ. അപ്പൊ കൃത്രിമ ശ്വാസോച്ഛ്വാസം തരാൻ ഞങ്ങൾക്ക് സൗകര്യപ്പെടില്ല. ഇളയപ്പന് ബോധം വരികയാണെങ്കിൽ ഞങ്ങൾ സ്ഥലം വിട്ടു എന്ന് പറഞ്ഞേക്ക്. ജീവൻ കളയാനല്ല, കരി കളയാനാ പറഞ്ഞത്. അതിന് കരി പോണ്ടേ? ഒരച്ചൊരച്ച് അവന്റെ തോല് പൊളിക്ക്. ഇത് കരിയല്ല, അവന്റെ തൊലിയുടെ നിറവാ. പോകുകയല്ല. എന്റെ തൊലി മാത്രമല്ലേ കറുത്തിട്ടുള്ളൂ, ഇളയപ്പന്റെ ഉള്ളു മുഴുവൻ കറുപ്പല്ലേ? അതേടാ, എന്റെ ഉള്ളു മുഴുവൻ കറുത്തതാ. അതും എന്റെ കുടുംബം വെളുപ്പിക്കാനല്ലേ നീ രണ്ട് അപ്രന്റീസുകളെ എന്റെ തലയിൽ കെട്ടിവെച്ചത്. എവിടെ അവന്മാര്? ഇവിടെ ഉണ്ടായിരുന്നോ? സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇവന്മാരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോണം, അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ പോവാ. അവര് മാത്രമല്ല ഞാനും. ആദ്യം എന്റെ ഒറിജിനൽ കളറൊന്ന് കിട്ടിക്കോ. അപ്പൊ നിനക്ക് പോകാൻ ഉദ്ദേശമില്ല. എടാ, 3 മാരണങ്ങളെ ഉടനെ തന്നെ പറഞ്ഞു വിട്ടേക്കാൻ തമ്പുരാനെ. അവന്റെ ദേഹത്തെ വർക്കൊന്ന് കഴിഞ്ഞോട്ടെ. അവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പാടില്ല എന്ന് പറഞ്ഞു പത്മിനിക്കുട്ടി.
ഓ, ഏ? ഉം. ആ പിന്നെ ഇനിയെങ്കിലും ഒന്ന് സ്റ്റഡി ആകടാ പോത്തെ, മനുഷ്യരെ ഇടിച്ച് തായിടാതെ. ഇവൻ പപ്പിക്കുട്ടിയുടെ ജീവൻ രക്ഷിച്ചത് നിനക്കൊക്കെ രക്ഷയായി, ഇല്ലെങ്കിൽ എല്ലാത്തിനെയും വന്ന വഴി ഞാൻ പറപ്പിച്ചേനെ. ഓ ഓ തൈ കെട്ടിക്കൊണ്ട് ഇറങ്ങിയിരിക്കുക മനുഷ്യരെ ഇടിച്ച് താഴിടാൻ. ഈ പുല്ലൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ഞാൻ പോയേനെ. പക്ഷെ തമ്പുരാട്ടി റിക്വസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുന്നതാണ് മര്യാദ. തമ്പുരാട്ടി റിക്വസ്റ്റ് ചെയ്തോണ്ടൊന്നുമല്ല, പോയാൽ ഇളയപ്പം ബുദ്ധിമുട്ടിലാവും അല്ലേ? അല്ല അതല്ലെങ്കിൽ ഇളയപ്പം ബുദ്ധിമുട്ടിലാവുമല്ലോ. വാടാ നമുക്കിനി കിണറ്റിൻകരയിലോട്ട് പോവാം. കിണറ്റിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവുമോ എന്തോ. ഹായ് പ്രാവ്, നമുക്കതിനെങ്കിൽ പിടിച്ചാലോ? എന്തിന്? എടാ ജോയി, ദാ പ്രാവ്. ഇടികെട്ടിയതിന്റെ കേടുമാറാൻ പ്രാവിൻ സൂപ്പ് ബെസ്റ്റല്ലടാ. സിദ്ധൌഷധ. എടാ കുഞ്ഞപ്പ, ദാ പ്രാവിനെ പിടിച്ചടാ. ഒന്ന് പിടിച്ചടാ. ആ, ദേ ഇതിനകത്തൊരു ഡയലോഗ്. ഡയലോഗോ? ആ ദേ. ക്ഷമിക്കുക, കൊട്ടാരത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇതാരാ ഇങ്ങനെ ഒരു കത്ത് എഴുതിയിരിക്കുന്നത്? ചിലപ്പോ രാജാവായിരിക്കോ? രാജാവിന്റെ അമ്മൂമ്മയായിരിക്കും. പോടാ അവിടുന്ന്. അരവിന്ദ, ഇതവള് തന്നെ. എവള്? ഇവൻ ജീവൻ രക്ഷിച്ചില്ലടാ, ഇവിടുത്തെ തമ്പുരാട്ടി. അവൾക്ക് ഇവനോട് എന്തോ ഒരു ഇത് തോന്നി തുടങ്ങിയിരിക്കുന്നു. ഒന്ന് പോടാ. പെയിന്റ് അടിക്കാൻ വന്നവനോടല്ലേ തമ്പുരാട്ടിക്ക് എന്തോ ഒരു ഇത് തോന്നി തുടങ്ങുന്നു. തോന്നും. ജീവൻ രക്ഷിച്ചാൽ ഏത് കാട്ടുമാക്കാനോടും പെണ്ണിന് പ്രേമം തോന്നും. ഉമയ്ക്ക് നിന്നോട് പ്രേമം തോന്നിയില്ലടാ, അതുപോലെ തന്നെ ഇതും. അരവിന്ദ മോനെ, ഇതൊരു സൂചന പ്രേമലേഖനമാണ്. ഞാൻ അരവിന്ദനെ കാണാൻ താഴേക്ക് വന്നപ്പോ അരവിന്ദനോടി മേളിലേക്ക് പോന്നോ? ദാ എന്തത്? ഒരു സമ്മാനാണ് എന്റെ ജീവൻ രക്ഷിച്ചതിന്. ഉം. എന്താ ഒരു താങ്ക്സ് പോലും പറയാത്തത്? ഓ സോറി. താങ്ക്സ്. താങ്ക്സ് ലോട്ട്. യു വെൽക്കം. എന്നെന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ ഞാൻ ആ തമ്പുരാട്ടിക്കുട്ടിയോട് പറഞ്ഞു കൊടുക്കും. പോയി പറ. പറഞ്ഞ അവരെന്നെ. അയ്യോ വേണ്ട, ഇളയപ്പന്റെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് കളയും. അവളുടെ ജീവൻ രക്ഷിച്ചവനല്ലേ ഇവൻ. ജീവൻ രക്ഷിക്കാൻ തമ്പുരാട്ടി ഉമ്മ വെക്കാനല്ലേ നീ ശ്വാസം കൊടുത്തത്? ആ കിഴവിക്കാരന്റെ അവനെങ്ങനെ ചെയ്യുമായിരുന്നോ? വേണ്ട, ഞാനും മാനേജർ ഷോക്ക് അടിച്ച് വീണപ്പോ ഒരുത്തനും വന്നില്ലല്ലോ ഉമ്മ തരാൻ. ഞാനൊരു ഉമ്മ വരണമെന്ന് വിചാരിച്ചിരുന്നു. പറയടാ. തമ്പുരാട്ടിയുടെ ജീവൻ രക്ഷിച്ചെന്ന് പറഞ്ഞ എന്നെ വരട്ടാൻ വരണ്ട അപ്രന്റീസുകളെ. ഞാനെന്താ അങ്ങോട്ട് പോകുന്നു? ഇങ്ങോട്ടല്ലേ പോണ്ടത്? വീഴ്ചയിൽ ഇളയപ്പൻ എന്തോ പറ്റി. ഏയ്, അത് അടുത്ത വീഴ്ചയിൽ ശരിയായിക്കൊള്ളൂ. ഇതെന്താ? ആ തമ്പുരാട്ടിക്കുട്ടി തന്നതാ സമ്മാനമായിട്ട്. അയ്യോ മോതിരം. സ്വർണമാണെങ്കിൽ സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കണം? സൂക്ഷിച്ചു വെക്കണം. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? അരവിന്ദ, ഇതത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് നിന്നോട് പ്രേമം തുടങ്ങിയിരിക്കുന്നു.